ഹേ ഗായ്സ്, ഇപ്പൊ സമയം കറക്റ്റ് 4 മണി. ഈ 4 മണിയെ സമയത്ത് ഞങ്ങൾ എങ്ങോട്ടാന്നല്ലേ? ഞങ്ങൾ പോർച്ചുഗലിലേക്ക് ഒരു യാത്ര പോവാണ്. വെറും യാത്രയല്ല, പാത്തുമേലേക്കുള്ള യാത്ര, ഒരു തീർത്ഥാടന യാത്ര എന്നൊക്കെ പറയാം. സണ്ണിച്ചേട്ടനും ഫാമിലിയും റേഗുചേട്ടനും ഫാമിലിയൊക്കെ ഉണ്ട്, കൂടെ ഞാനും. നമ്മൾ കാസ്ട്രേസ് എന്നാണ് പുറപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഏകദേശം രാവിലെ ആയപ്പോഴേക്കും നമ്മൾ എത്തി. ഇതാണ് പോർച്ചുഗലിലെ ഫേമസ് ആയിട്ടുള്ള ഫാത്തിമ ചർച്ച്. ഒരുപാട് തീർത്ഥാടകർ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന ചർച്ചാണ്. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ വന്ന സമയം. ഇത്രയും തിരക്കുണ്ടാവാനായിട്ട് കാരണം മാധവ് പ്രത്യക്ഷപ്പെട്ട 3 കുട്ടികൾ അടക്കം ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. അത് കാണാനായിട്ടാണ് തീർത്ഥാടകർ വരുന്നത്. ഞങ്ങളും കണ്ടു. പിന്നെ വിശപ്പിന്റെ വിളി ഞങ്ങൾക്ക് നന്നായിട്ട് വന്നിരുന്നു. രാവിലെ പുറപ്പെട്ടത് കൊണ്ട് ഭയങ്കര വിശപ്പായിരുന്നു. ചർച്ചിന്റെ പുറത്ത് വിശാലമായിട്ടുള്ള ഒരു സ്ഥലത്ത് ബെഞ്ചും ഡെസ്കും കിടക്കുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽ വിട്ടു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇരിക്കാൻ പറ്റിയ ഒരു ബെഞ്ചും ഡെസ്ക്. പിന്നെ ഒന്നും നോക്കില്ല, വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡൊക്കെ അങ്ങോട്ട് നിരത്തി. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയാനായിട്ട് ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു. നമ്മുടെ കൂട്ടത്തിലെ 2 കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ട് ന്യൂഡിൽസ് ആണ് എടുത്തത്. നല്ല എരിവൊന്നും അവർക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിച്ചു. എല്ലാവരും ഒത്തുകൂടി ഇങ്ങനെ ഫുഡ് കഴിക്കുന്നത് വളരെ വിരളമാണ്. കാരണം ജോലി തിരക്കും കാര്യങ്ങളും കൊണ്ട് ആരും ഫ്രീ ആയി കിട്ടില്ല. എന്തായാലും ഇന്നത്തെ ദിവസം എല്ലാവരും ഫ്രീ ആയിരുന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ പോയത് മാതാവിനെ കണ്ടു എന്ന് പറയുന്ന പിള്ളേരുടെ ഭവനത്തിലേക്കാണ്. ഇവിടേക്ക് ഒരു വണ്ടി പോലും കിടക്കില്ലായിരുന്നു. ഒരു ഓടങ്കേറാമൂല തന്നെയായിരുന്നു. പക്ഷെ മാതാവ് പ്രത്യക്ഷപ്പെട്ട് ആ അത്ഭുതം നടന്ന സ്ഥിതിക്ക് അവരുടെ വീടുകളൊക്കെ പുനർനിർമ്മിച്ച് നല്ല അടിപൊളി വീടും സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ ആക്കി മാറ്റി. ഈ സ്ട്രീറ്റിലൂടെ നടന്ന് അവസാനം എത്തിച്ചേരുന്നത് നമ്മൾ അവരുടെ വീട്ടിലേക്കാണ്. ആ കുട്ടികളുടെ പേര് ലൂസിയ, ജെസീന്ത, ഫ്രാൻസിസ്കോ എന്നിവയാണ്. ഈ സ്ട്രീറ്റിലുടനീളം ജെസീന്തയുടെയും ഫ്രാൻസിസ്കോന്റെയും ലൂസിയയുടെയും എല്ലാം ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. രോഗശാന്തിക്കുള്ള തൈലം, പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്ന മാതാവിന്റെ രൂപം, ഈശോയുടെ രൂപം എന്ന് വേണ്ട എല്ലാ ഐറ്റംസും ഈ സ്ട്രീറ്റിൽ വെച്ചിട്ടുണ്ട്. ഒരുപാട് തീർത്ഥാടകരാണ് നമ്മൾ വന്ന സമയത്ത് വന്നത്. നമ്മൾ വിചാരിക്കും ആരും ഇതൊന്നും മേടിക്കില്ലെന്ന്, പക്ഷെ എല്ലാവരും ഇത് മേടിക്കൂട്ടോ. സ്ട്രീറ്റിൽ നിന്ന് നടന്നു വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒന്നാമത് തളർന്നു. പിന്നെ ആ കാണുന്ന ബെഞ്ചിൽ കുറച്ചു നേരം വിശ്രമിച്ച ശേഷം വീണ്ടും നടന്നു. കസേരയിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഓപ്പോസിറ്റ് നിന്ന് ഗാർഡൻ കണ്ടു. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പൂക്കളും ചെടികളൊക്കെ. ഗാർഡനിലെ മനോഹാരിത കുറച്ചു നേരം ആസ്വദിച്ച ശേഷം ഇനിയും നടക്കാന്ന് തീരുമാനിച്ചു. കാരണം ഇനിയും നടന്നാൽ മാത്രമാണ് നമ്മൾ അവരുടെ വീട്ടിലേക്ക് എത്തുള്ളൂ. വർഷങ്ങൾക്ക് മുമ്പ് ആടിനെ മേയ്ക്കാൻ പോയപ്പോഴാണ് ഈ കുട്ടികൾക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. പിൻകാലത്ത് ഈ കുട്ടികൾ മരിച്ച ശേഷം അവരുടെ ശവശരീരം ഫാത്തിമ ചർച്ചിലാണ് അടക്കിയത്. ഇതിന്റെ വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും പോയി കാണണേ. അപ്പൊ ബൈ.